ഇന്ന് നമ്മൾ അച്ചൂട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാന്നേ. പോകുന്ന വഴിക്ക് നമ്മളെ ഷോപ്പിലും കയറി നമ്മൾ നേരെ വിട്ട് കേട്ടാ. നമ്മൾ പോകുന്ന അമ്പലം ഏതാണെന്നല്ലേ, പെരളശ്ശേരി അമ്പലം കേട്ടാ. ഇവിടുന്ന് ഏതാണ്ട് 10-30 കിലോമീറ്റർ അപ്പുറമാണ് പെരളശ്ശേരി. നമ്മളിതേ അമ്പലത്തിലെത്തി കേട്ടാ. നമ്മളെത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി കേട്ടാ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടേ. സമയം 12:30 കേട്ടാ, നട്ടുച്ച സമയം. ശരിക്കും രാവിലെ വരണ്ടേ, പിന്നെ നമ്മൾ രാവിലെ ആയിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ അമ്മേ. അമ്പലം ഇതാ നോക്കിയാ, നല്ല ഗെറ്റപ്പ് അമ്പലേ. പിന്നെ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് നോക്കിയാ. നമ്മളെ ഈ ഭാഗത്ത് ഇത്ര വലിയ കുളം ഈ അടുത്തടി ഇല്ല. ഇതിന് കുറെ വെള്ളമുണ്ട് കേട്ടാ, വെള്ളമുണ്ട്, ഹൈറ്റിലുണ്ട്. ശരിക്കും ഇതിനെക്കാട്ടി ആഴമുണ്ട് ഈ കുളം. നമ്മളെ അറച്ച് മീനാണ് ഇതാറിയുണ്ട്. നമ്മൾ വയ്യ അങ്ങോട്ടേക്ക് ഇറങ്ങാം, അന്നേരം മീനെ കാണിച്ചു തരാം. സമയം ലേറ്റ് ആയതുകൊണ്ട് പ്രസാദമൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് പായസം കഴിഞ്ഞു കേട്ടാ. അതുകൊണ്ട് ഇപ്പോൾ കടാവിളക്കിൽ എണ്ണ വയ്ക്കുന്നത്. അച്ചോട്ടാ കടാവിളക്കിൽ ഇത് എണ്ണ വെച്ചോ, വെച്ചോ. അങ്ങനെ ഇതാ കടാവിളക്കിൽ എണ്ണ വയ്ക്കലാന്ന്. ഇങ്ങോട്ടോ കട. ഇവിടെ പാമ്പിൻ്റെ ആണ് പ്രധാനം. അപ്പം ഇനി മുട്ട വെക്കണം അവിടെ കേട്ടോ, 5 മുട്ട. അത് എടുത്തിട്ട് അവിടെ വെക്കലാന്ന്, പാമ്പിനെ കൊടുക്കുന്നതാണ് സങ്കല്പം. വെച്ചോ. നമ്മൾ മുട്ട വെക്കലും കയറി പരിപാടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സമയം ഉച്ചയായതുകൊണ്ട് ചന്ദനം വരെ കിട്ടിയിട്ടില്ല. പിന്നെ പ്രസാദം കിട്ടില്ലല്ലോ കാര്യം, നമ്മളിവിടെ വന്നല്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഒരു വൈബ് വർത്തൻ്റെ ഒരു വൈബാണ് അല്ലേ സുധി. ഇവിടെ വരുമ്പം പ്രത്യേകിച്ച് ഇവിടെ നല്ല ചുറ്റുമതിലായിട്ട് നല്ല ഒരു വലിയൊരു ആൽമരലുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല സുഖം ഇവിടെ വന്നിട്ട് നടക്കാൻ വേണ്ടിയല്ലേ. രാവിലെ വരുമ്പോ അതിന്റെ ഒരു ശരിയൊരു സുഖല്ലേ. രാവിലെ എണീക്കാൻ മടിയായത് കൊണ്ടും ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ്. അതെ അതെ, ആയില്യങ്കാർ അത് ശരിയല്ലേ. അപ്പൊ എനക്കിടെ പ്രശ്നമാണ് കേട്ടാ, ഞാനത് ഓർത്തില്ല. ഇപ്പോ സമയം കുറച്ച് ദോഷമാണ്. ഞാൻ പറഞ്ഞ പേഴ്സ് പോലും മറ്റു കാര്യത്തിലായിട്ട് വേണ്ടാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മുക്തി കിട്ടിട്ട് നല്ല എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും സങ്കല്പമാണപ്പം. നമ്മളെ വിശ്വാസമാണല്ലോ നമ്മളെ രക്ഷിക്കുക എന്നല്ല. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രശ്നങ്ങളും തീരുന്ന നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അതോടെ ആ പ്രശ്നം തീരുന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കുന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയെല്ലാം വരുമ്പോൾ എന്തായാലും നമ്മുടെ പ്രാർത്ഥനകളും കേൾക്കുന്ന നമുക്ക് തോന്നും. കാരണം ഈ ചുറ്റുപാടെല്ലാം അങ്ങനെയാണ്, നല്ലൊരു വൈബാണ്. പിന്നെ ശക്തിയുള്ള അമ്പലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെല്ലാം വരുന്നത്. ഇവിടുത്തെ നല്ല സുന്ദരൊരു ആൽമരം കാണിച്ചരാ നോക്കിയോട്ടെ. അയ്യോ നല്ല ഗെറ്റപ്പ് സാധനമല്ലേ മമ്മി. നമുക്ക് ഈ അമ്പലത്തിനെ ഓർക്കുമ്പോൾ ഉണ്ടല്ല, ഈ ആൽമരു ഈ ചുറ്റുപാട് ഓർമ്മ വരിക. നല്ല രസമായിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, എല്ലാവരും ആൽമരം. എൻ്റെ തറയെല്ലാം കണ്ട വേരൊക്കെ ആയിട്ട് അടുത്തോയ് സുന്ദരികൾ വരുന്നുണ്ട്. ഇടയ്ക്ക് ഏടിയാന്ന് ഒരിക്കൽ തലയും കത്തി വീണ് കൈ പൊട്ടി. ഇനി അടുത്ത പോലിന് വേണ്ടിയിട്ട് ഒട്ടാച്ചോ സംഭവം. അല്ല, ഇത് നമ്മളന്ന് അന്വേഷിച്ചല്ലേ, ഇത് വെറുതെ വെക്കുന്ന കേട്ടാ, ഇതിലൊരു കാര്യമില്ല. പൂജാരി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതെ 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 അതെ, ഇതൊരു രസല്ലേ. ഒരു രസം എടുത്ത് ഇത് വേര് വയ്ക്കട്ടല്ലേ, എന്താ രസം. ജാമ്പോ എന്നാ പരിപാടി? വിശ്വാസം പാലിക്കാനാ നിങ്ങളും വെക്കുന്നുണ്ട് അതുപോലെ. ഇതാ മക്കളും വെക്കുന്ന. ഇതെല്ലൊരു വൈബാന്നല്ലേ സുധി. ഇങ്ങനൊരു ചടങ്ങില്ലെങ്കിലും ഇത് ചെയ്യുമ്പോ ഒരു രസം. കർണാടകയിൽ പോയപ്പോ ഇതുപോലെ കല്ലട്ടി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അട്ടി വെക്കലല്ലേ. ഒരു കുളത്തിലേക്കൊന്നു പോലെ നല്ല ഗംഭീര കുളമുണ്ട് ഇവിടെ. ഇത് മനുഷ്യന്മാരെ നല്ല ഇടപെടൽ കാര്യല്ലേ. ആൾക്കാരുള്ളി അത് കൂക്കല്ല അല്ലേ. പിന്നെ
അപ്പോൾ തിന്നാൻ കൊടുക്കുന്നുണ്ട് പൊരി. ഓ എല്ലാം കത്തിയല്ലേ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പോകേണ്ട പരിപാടിയായിരുന്നു. ഷോപ്പിൽ പോയിട്ട് കേക്ക് മുറിക്കാനുള്ളതാണ്. പക്ഷേ ഇതാ മീനിൻ്റെ അപ്പുറം കൂടി അതിൻ്റെ അപ്പുറം തന്നെ നോക്കിയായിട്ട് എന്താ രസം എന്നറിയാവുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ തോന്നില്ല. അങ്ങനെ മീനിന് കൊടുക്കുന്ന പൊരിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ മെല്ലെ ഇറങ്ങിയ നമ്മളെ കാറിൻ്റെ മുകളിൽ കണ്ടില്ലേ സ്റ്റിക്കർ ബൈ ജൂ സീസൺസ്, നമ്മളെ ചാനലിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ. നമ്മളപ്പോൾ ഇതേ വണ്ടി കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കലാണ്. എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ ഇവിടെ നല്ല അക്യൂറസ് വെജിറ്റേറിയൻ ഹോട്ടലാണെന്നുള്ള അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല വൈബേ. നോക്കി എന്താ രസം, നല്ല നീറ്റാണ്. നമ്മൾ സ്ഥിരം സാധനം, ഞാൻ മസാല ദോശ, മമ്മി നെയ്റോസ്റ്റ്, മക്കൾ ഫ്രൈഡ് റൈസ് വാങ്ങിയ കേട്ടോ. പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി വാങ്ങിയിന്നെ, പനീറിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മസാല ദോശൻ്റെ എന്തോ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഈ സാധനം കേട്ടോ. എനിക്കിഷ്ടമായിട്ടില്ല, പക്ഷേ ശ്രുതിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നമ്മളപ്പോൾ ഭക്ഷണം കഴിച്ച് ഇത് അതിൻ്റെ ഓണറാണ് കേട്ടോ. ഓറോട് യാത്ര ചെയ്യാൻ പറഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങിയ. ഇനി അടുത്ത് നേരെ ഷോപ്പിലേക്കാണ്. ഇതാ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി കേക്ക് മുറി പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അവർ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഷോപ്പിൽ നിന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് സമയം തിരിഞ്ഞ് കളി നേരം കൂട്ടലുമാണ്. എനിക്കിത് ജാനു അവിടെ നാരങ്ങ വെള്ളം കലക്കി വെച്ചിന് അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അച്ചോട്ടിന് ഇവിടെ വന്നാൽ പിന്നെ സൂചിയറാന്ന്, സൂചിയറോട് കയറി. എന്നിട്ടോ നടുക്ക് എങ്ങനെയും കുളിച്ച സമ്മാനോട് വാങ്ങും, പിടിച്ച് വാങ്ങുവോളാടുന്ന്. നമ്മളെ ബൊമ്മാസ് ഉണ്ടല്ലോ അതിന്. അപ്പം നമ്മളെ ശ്രുതിനെ കാണുന്നില്ല. ശ്രുതി ഇതാ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നിട്ട് വെറുതെ കീബോർഡ് ഇങ്ങനെ ഞെക്കി കളിക്കില്ല, ഓളെ ഇഷ്ടം കേട്ടാ. അതിനിടയ്ക്ക് ഇത് നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അച്ചൂട്ട എന്നാണ് ഉള്ളത്. നമ്മളെ സ്റ്റാഫെല്ലാം കൂടി വാങ്ങിയ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കേക്ക് മുറി നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ 2 കസ്റ്റമർ ഉണ്ടായേനെ. കസ്റ്റമറും നമ്മളപ്പുറം കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അച്ചൂട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് ഇതാ അച്ചൂട്ടൻ്റെ മേച്ചിയും കൂടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതാ ആർക്കും ആദ്യം കൊടുക്കുകയെന്ന് ചോദിക്കുക. മോക്ക് കൊടുത്ത് മോള് തിന്നിട്ട് ഇതാ മമ്മീനെ ആദ്യം തീറ്റിക്കും. ഇതാ പപ്പ ഇപ്പുറം സങ്കടത്തിൽ, പപ്പക്ക് അതിന് ശേഷം. അതെപ്പോൾ അങ്ങനെയാണ്. ഓക്കെ ആദ്യം മമ്മി, അത് കഴിഞ്ഞിട്ടേ പപ്പയുള്ളൂ. പിന്നെ ഇതാ ഏച്ചിയും ഏട്ടനാണ് അടുത്ത ആൾക്കാർ കേട്ടാ. എന്തായാലും ഇതാ അച്ഛമ്മോള് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇതാ മുഖത്ത് ഇതാ അവളെ കുരുത്തക്കര ഉണ്ടോ ജാനുവിൻ്റെ, ഇങ്ങനത്തെ ഓരോ കുരുത്തക്കര ഉണ്ട് ഓക്ക്. അപ്പോൾ ഇത് തന്നെ അടുത്ത നമ്മളെ സ്റ്റാഫെല്ലാം വാങ്ങിയ ഒരു ഗിഫ്റ്റാണ് അച്ചൂട്ടന്. എല്ലാവരെയും പ്രിയപ്പെട്ട ആളാണ് അച്ചൂട്ടൻ. ഇതാ അവിടെ സ്റ്റാഫെല്ലാം കൂടിയിട്ട് മോക്കൊരു ഗിഫ്റ്റ് വാങ്ങി. ഇനി പിന്നെ ഇത് ഇവിടെ തന്നെ പൊളിച്ചു നോക്കണമെന്ന് മോക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇതാ അങ്ങനെ സംഗതി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അച്ചൂട്ടൻ്റെ കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ള കേക്ക് മുറിയുണ്ടേ. അപ്പോൾ ആടെ കൊടുക്കാനുള്ള ഗിഫ്റ്റെല്ലാം നമ്മൾ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷോപ്പിൽ ഇങ്ങനെ എല്ലാ മാസവും ആരുടെങ്കിലും ഒരു കേക്ക് മുറിയ പരിപാടി ഉണ്ടാവും. ഒന്നുകിൽ സ്റ്റാഫിൻ്റെ അല്ലെ സ്റ്റാഫിൻ്റെ മക്കളെ, അങ്ങനെ എന്തെങ്കിലും പരിപാടി എല്ലാ മാസവും ഉണ്ടാവും. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇതെല്ലൊരു രസമല്ലേ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് പിന്നെ ജീവിതത്തിൽ എന്നാ ഉള്ള പ്രത്യേകത. വെറുതെ ഇങ്ങനെ തിന്നും കുറിച്ച് ജീവിച്ചാൽ മതിയാ. ഇതുപോലെ ആഘോഷങ്ങളിൽ ആഘോഷിക്കണം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആഘോഷമുണ്ടല്ല, നമ്മൾ ഇതുപോലെ അങ്ങ് ചെറിയ മട്ടത്തിൽ അങ്ങ് ആഘോഷിക്കും കേട്ടോ.